ചേച്ചി, പുസ്തകങ്ങളുടെ മണമുള്ള ഷാർജ ബുക്ക് ഫെയറിൽ വന്നിരുന്ന ചേച്ചി എങ്ങനെയാണ് ഒരു എഴുത്തുകാരിയായത്? അതാണ് ഷാർജ പുസ്തകോത്സവത്തിന്റെ ഒരു കഴിവ്. അവിടെ പോകുന്ന നമ്മൾ അതിനോട് എന്താ വല്ലാത്തൊരു ആകർഷണം വരുന്ന എഴുത്തുകാരോടുള്ള ആകർഷണം, അവരോടുള്ള ഒരു ആരാധന, ഇഷ്ടം എന്ന് പറയാം. പിന്നെ അവരുമായിട്ട് ഫോട്ടോസ് എടുക്കുന്നത്, ഫോട്ടോസ് നാട്ടിലെല്ലാം പോകുമ്പോൾ ഇപ്പം അമ്മയാണെന്നുണ്ടെങ്കിലും ബന്ധുക്കളാണെന്നുണ്ടെങ്കിലും അവർ നല്ല എന്താ പറയുക, ഓ അത് ശരി, അവരെ പറ്റി ആ എഴുത്തുകാരിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എഴുത്തുകാരനെ കുറിച്ചോ അവരെ നീ കണ്ടോ എന്നെല്ലാം ചോദിക്കുന്ന ആ ഒരു സംഭവമായിരുന്നു. പിന്നെ പിന്നെ കുറച്ച് വായന തുടങ്ങി, കഥകളും അതും ഇതുമല്ല വായിക്കുമ്പോൾ തോന്നി ഓക്കെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തൊക്കെയോ കഥകൾ നമ്മളെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പല്ല മനസ്സിലാവുന്നത്. ഇത്രയും നമ്മൾ ചില ഓർമ്മകളും, പ്രത്യേകിച്ചിട്ട് എൻ്റെ കാര്യത്തിൽ കുറച്ച് എൻ്റെ അമ്മ അങ്ങനെ തന്നെയാണ്, കുറച്ച് എന്താ പറയുക ഓർമ്മ കുറച്ച് കൂടുതലാണ്. ഏത് ചെറിയ ചെറിയ സംഭവം കണ്ടു കഴിഞ്ഞാലും, ഇപ്പോൾ വഴിവക്കിലൊരു പൂച്ചേനെ കണ്ട് ആ ഒരിതം ആ ചെറിയ പ്രായത്തിൽ നടന്നതാണെന്നുണ്ടെങ്കിലും മനസ്സ് നിറയുണ്ട്. അതാണ് എന്നെ ഏറ്റവും ഉപകാരപ്പെടുത്തിയത് ആ ഒരു സംഭവം, ഈ ഓർക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടത്. ആ ഒരു പ്രാർത്ഥന കുറേ കാലം അങ്ങനെ പോകണം എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. അപ്പം ഓർത്തോർത്ത് വരുമ്പോൾ അമ്മേൻ്റെ നാട്ടിൽ നിന്ന്, അതായത് ആ തോടും കാടും മലയും പാമ്പും, ആ ഒരു നാടാണ് എനിക്ക് എഴുത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനമായത്, അവിടുത്തെ മനുഷ്യരും. അങ്ങനെ കുറച്ച് കഥകൾ എഴുതി ഫേസ്ബുക്കിലെല്ലാം ചെറുതായിട്ട് ഇടുമ്പോൾ ആൾക്കാർ ഗീത നന്നായിട്ട് എഴുതുന്ന മനസ്സ് തട്ടി, അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്ന കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ചില എഴുത്തുകാരെന്നെ പറഞ്ഞു എഴുതാൻ പറ്റും ഗീതേച്ചിക്ക്, കഥകൾ എഴുതാൻ പറ്റും. അങ്ങനെ തുടങ്ങിയ സംഭവമാണ് അത്. 3 പുസ്തകത്തിലായി. വീണ്ടും നമ്മളിങ്ങനെ അത്ര തന്നെ.